എന്തായി? സംഗതി കുളമായി. എന്ത്? രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ട് ഒരു ബോംബ് കൂടി പൊട്ടിച്ചിരിക്കുകയാണ്. ഇനി അതിൽ പിടിച്ചാടോ ഈ കൃഷ്ണമൂർത്തി കളിക്കാൻ പോകുന്നത്? Listen to this. അതിനകത്ത് യാതൊരു സംശയവുമില്ല, ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ വോട്ട് ചേർക്കും. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. മനുഷ്യരെ നാറ്റിക്കാനായിട്ട് ജനിച്ചിരിക്കണോ താൻ? അല്ലെങ്കിൽ തന്നെ നാട്ടിലിറങ്ങി നടക്കാൻ മേല. ഇനി നോക്കണ്ട, മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണത് തന്നെ. ഒരു സംശയമില്ല. He's saying it. ഇല്ല, ഞാനത് വെറുതെ കാണിച്ചാണ്. നീ അതൊന്നും ഇവിടെ കയറി വിളമ്പേക്കല്ലേ. അയ്യോ പാവം, പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പൂച്ചല്ലേ ഇവൻ. He knows it. And we've proved it. ഏതൊരു ബുദ്ധിമാനും ഒരബദ്ധം പറ്റും. ഞങ്ങൾക്കൊരബദ്ധം പറ്റി. രാഹുൽ ഗാന്ധിയോട് സഹതാപം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഏത് സ്ക്രീൻ വേണം കാണിക്കല്ലോ, രാഷ്ട്രീയക്കാരല്ലേ. Who is this lady? How old is she? Which state does she come from? You absolutely saw she's not from Haryana. Okay, but she votes 22 times in Haryana and she votes in 10 different booths in Haryana. ഞാൻ ഒരു തമാശ കാണിച്ചു, നീ അത് കണ്ടുപിടിച്ചല്ലേ. രാഹുൽ ഗാന്ധിയുടെ വോട്ടുകളുടെ ആരോപണത്തിൽ പ്രതികരണവുമായി ബ്രസീലിലെ മോഡൽ. വോട്ടർ പട്ടികയിൽ തന്റെ ചിത്രം വന്നത് അവിശ്വസനീയം എന്നാണ് മോഡൽ ലാരിസ പറയുന്നത്. ഫാന്റാസ്റ്റിക് ചീറ്റിംഗ്. കുട്ടിക്കാലത്ത് വായിച്ച ഫെയറി ടെയിലിൽ പോലും ഇങ്ങനെ ഒരു തട്ടിപ്പ് കേട്ടിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് kaind. സ്മാർട്ട് ഓപ്പറേഷൻ. Gente, contar pra vocês uma fofoca, eu sorri demais. Não, vou contar fofoca. Gente, estão usando uma foto minha, antiga. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. എന്താണെന്നറിയാവോ പ്രതികരണം? ഇതെല്ലാം ഫോൾസ് അലിഗേഷൻ ആണ്. ഈ കാര്യത്തിലൊന്നും കഴമ്പില്ലാത്ത ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് എന്റെ ട്രീറ്റ്മെന്റ്? അയ്യോ, മൊയിലാളി ആര്? കള്ളനല്ലേ, പെരുങ്കള്ളനല്ലേ.